എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ടുകൾ നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ നാളെ വൈകുന്നേരത്തോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. നിലവിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ നിലവിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ പുതിയ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടുകയോ അതുപോലെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റുകളിലായിട്ട് ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ നിലവിൽ നേടിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും പുതിയ സ്കൂളിൽ അലോട്ട്മെൻറ്റ് കിട്ടുകയോ അല്ലെങ്കിൽ നോ ചേഞ്ച് വരികയോ ചെയ്യുകയാണെങ്കിലും നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷനോ അല്ലെങ്കിൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയോ ചെയ്യുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം വിദ്യാർത്ഥികൾക്ക് താൽക്കാലിക അഡ്മിഷൻ അനുവദിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ രക്ഷിതാവിനെയും കൂട്ടിപ്പോയി നിങ്ങളുടെ ആ ഒരു മുഴുവൻ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഫീസും അതുപോലെ PTA ഫണ്ട് എന്നിവയൊക്കെ നൽകിക്കൊണ്ട് വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനുള്ള അപേക്ഷകൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിച്ച് നിങ്ങൾക്ക് താല്പര്യമുള്ള സ്കൂളുകളിലേക്ക് ഓപ്ഷൻ വയ്ക്കുകയും അങ്ങനെ ട്രാൻസ്ഫർ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിലവിൽ ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും തേർഡ് അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു അലോട്ട്മെൻറ്റ് എപ്പോഴാണ് വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ അഡ്മിഷൻ എപ്പോഴാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് സ്പോർട്സ് കോട്ട അതുപോലെ കമ്മ്യൂണിറ്റി കോട്ടയല്ല, ഈ ഒരു സ്പോർട്സ് കോട്ട അതുപോലെ മെറിറ്റ് കോട്ട, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉള്ള ആ ഒരു സീറ്റ് എന്നിങ്ങനെയുള്ള അലോട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സ്പോർട്സ് കോട്ടയുടേത് അറിയാനായിട്ട് ഈ ഒരു വെബ്സൈറ്റിൽ കാൻഡിഡേറ്റ് ലോഗിൻ സ്പോർട്സ് എന്നും നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയുടേത് അറിയാനായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന ലിങ്കും വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ആണെങ്കിൽ vhscape.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ തേർഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ജില്ലയും നൽകി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം മനസ്സിലാക്കാം. നിങ്ങൾക്ക് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് തേർഡ് അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നും അതുപോലെ ഈ ഒരു ഫസ്റ്റിലോ സെക്കൻഡിലോ അലോട്ട്മെൻറ്റിൽ ടെമ്പററി അഡ്മിഷൻ നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്നും പുതുതായിട്ട് മാറ്റമൊന്നും വന്നിട്ടില്ലെങ്കിൽ നോ ചേഞ്ച് എന്നാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ടെമ്പററി ആയിട്ട് നിലവിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് എങ്കിലും അല്ലെങ്കിൽ പുതുതായിട്ട് മറ്റൊരു സ്കൂളിലേക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് കരുതിയാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ നിർബന്ധമായിട്ടും പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടേണ്ടതാണ്. തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികളെ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. നിലവിൽ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം അതുവരെ അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്ത് അലോട്ട്മെൻറ്റിൽ നിന്ന് കിട്ടാത്ത വിദ്യാർത്ഥികൾക്കും അതുപോലെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ നേടാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ അപേക്ഷിച്ചും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ്. സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുന്നതാണ്. അപ്പോൾ 1, 2, 3 അലോട്ട്മെൻറ്റുകളിൽ അലോട്ട്മെൻറ്റ് നേടുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രാൻസ്ഫറിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എന്നാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതല്ല. അക്കാര്യം വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മെറിറ്റ് കോട്ടയിൽ ഇഷ്ടമില്ലാത്ത സ്കൂളോ കോഴ്സോ ആണ് കിട്ടിയതെങ്കിൽ ആവശ്യമുള്ള വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് മാറുന്നതിനുള്ള സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മാനേജ്മെൻറ്റ് കോട്ടയിൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. അതുപോലെ തന്നെ തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം ഒരു കോട്ടയിൽ അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികളെ പിന്നീട് മറ്റൊരു കോട്ടയിലേക്ക് അതായത് ഈ ഒരു നിങ്ങൾക്ക് മെറിറ്റ് കോട്ടയിലേക്കോ അല്ലെങ്കിൽ സ്പോർട്സ് കോട്ടയിലേക്കോ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ പിന്നീട് പരിഗണിക്കുന്നതായിരിക്കില്ല. ഹയർ സെക്കൻഡറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ അങ്ങോട്ടേക്ക് മാറുന്നതിനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.